എന്നെ പിടിക്കാൻ ബിനീഷ് അത് നടക്കില്ല. സാർ കാര്യം പറയട്ടെ. എന്നെ കൊണ്ട് സാർ കാര്യം അവിടെ കാര്യം പറയട്ടെ. സാർ അല്ല അല്ല പറയട്ടെ ഞാൻ പോഷൻ തന്നെ കാണിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രസ്താവനകളുണ്ടല്ലോ സമരം പിന്നെ ബലാത്കാരമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ ഒരു മര്യാദ പഠിക്കുന്നത് ആ മുതലാളിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെന്താ പൊതുജനങ്ങൾ പറഞ്ഞിട്ടുള്ള ഏത് പൊതുജനങ്ങൾ പറഞ്ഞു? ഞങ്ങൾ ചാനലുകാർ കേൾക്കണം. സാരോട് പറയാം. സാറെ രണ്ട് പോലീസുകാരെ വന്ന് കുത്തിൽ പിടിക്കുകയാണ്. ആ കുട്ടി പറയട്ടാണ് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചത്. ഞങ്ങൾ സാറിനോട് സംസാരിക്കണം. എടുക്കണം. ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് എന്റെ അടുത്ത് ചാനലുകാർ പറഞ്ഞിട്ട് അങ്ങോട്ട് ഞാൻ പോയത്. ആ എന്നെ പോലീസുകാർ പിടിക്കേണ്ട കാര്യം എന്താ? എന്റെ വണ്ടി മോഷണം പോയ സാർ സമാനം പറയുക. ഞാൻ എടുക്കട്ടെ, എന്നെ വിടാൻ പറ. ഞാൻ കേൾക്കണം. ഞാൻ സാറിന്റെ സ്റ്റേഷൻ ഞാൻ പറയാം. എന്റെ വണ്ടി മോഷണം പോയ സാർ സമാനം പറയുക. എന്റെ വണ്ടി ഞാൻ ഇരിക്കുന്നത്. ആ താക്കോൽ സാറെടു. വണ്ടിയില്ലേ? ആലപ്പുഴ സ്ഥാനാർത്ഥിയാണ്. റിസൾട്ട് ഞങ്ങൾ തടഞ്ഞു. ഉറപ്പ് കാര്യമാണ്. റിസൾട്ട് ഞാൻ ഹൈക്കോടതി ഞാൻ പെറ്റീഷൻ ഇടും. ഉള്ള കാര്യം പറയണം. നിങ്ങൾ എന്ത് മര്യാദയാണ് കാണിക്കുന്നത്? എത്ര കോടി രൂപ നഷ്ടം വരുമെന്ന് നിങ്ങൾ തപ്പാവില്ല. ഇലക്ഷനിൽ കാൻഡിഡേറ്റ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനും പറഞ്ഞായിരുന്നു. നമുക്ക് അവിടെ ഒന്ന് സംസാരിക്കാം. സമരം കേരളത്തിൽ വിജയിക്കും. അതിനകത്ത് ഒരു തർക്കമില്ല. നിതിൻ രാജിന് നീതി കിട്ടുകയും ചെയ്യും. അത് ഞങ്ങൾ അതിനുവേണ്ടി ഏത് തരത്തിലുള്ള സമരം സത്യമാണ് പറയുന്നത്. ഈ കടക്കാർ
സാറെല്ലാരും വിളിച്ച് അകത്ത് കയറ്റി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അവർക്ക്. ഇത് നിഷേധമാണ്. ഇത് ആലപ്പുഴ സ്ഥാനാർത്ഥിയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇവിടെ ഞങ്ങൾക്ക് വ്യാപാരം നടത്തുന്നത്, ഇവിടെ വ്യാപാരം ഒന്നാമത് പ്രതിസന്ധിയിലാണ്. ഇവിടെ ഈ ഒരു ചെറിയ വിഷയത്തിന് വേണ്ടിയിട്ട് ഇത്രയധികം കടകൾ അടപ്പിച്ചിട്ട് ഒരു സമരം നടത്തേണ്ട പ്രസക്തി ഇതിനില്ല. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുമ്പോൾ പോലും ഇതുപോലെ കയ്യേറ്റങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവാറില്ല. അവർ വന്ന് വളരെ മാന്യമായ ഭാഷയിലാണ് കടകൾ അടപ്പിക്കുന്നത്. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? ഇപ്പം ഇവിടെ ഈ കടയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ കയ്യിൽ ഇരുന്ന് മൊബൈൽ പിടിച്ചോണ്ട് പോയി അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇതെന്ത് ന്യായമാണിത്? ഈ രീതിയിലാണോ സംസ്ഥാനത്ത് ഹർത്താൽ നടത്തേണ്ടത്? ഈ സംസ്ഥാനത്ത് ഹർത്താൽ മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ പോവുകയാണ്. ഇവിടെ വ്യാപാരികളുടെ കടകൾ മാത്രം അടച്ചിടുന്നതെന്ന് ഇത്ര നിർബന്ധം? കടകൾ അടച്ചിടുമ്പോൾ മാത്രമാണോ ഒരു ഹർത്താൽ വിജയിക്കുന്നത്? ഈ രീതിയിലാണോ ഹർത്താൽ നടത്തേണ്ടത്? ഇതിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. അടുത്ത അരമണിക്കൂറിനുള്ളിൽ മുല്ലയ്ക്കൽ തെരുവിലെ എല്ലാ കടകളും തുറന്ന് പ്രവർത്തിക്കാനായിട്ട് വ്യാപാര വ്യവസായ ഏകോപന സമിതി ആഹ്വാനം ചെയ്യുകയാണ്.